മോളെ നീ ഞങ്ങളെ ഇട്ടിങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? നീ അല്ലാതെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? നീ എന്താ അത് ഓർക്കാതെ പോയത്? നീ ഇപ്പോഴും ഇവളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? എത്രയൊക്കെ വന്നാലും നമ്മുടെ മോളല്ലേ. മോള്? നിന്റെ ഒരു മോള്? ഇവള് കാരണം നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റണ്ടായി, മനുഷ്യരുടെ മുഖത്തൊന്നും നോക്കാൻ പറ്റാതായി. കാണുന്നവർ അടക്കി ചിരിക്കുക. രാജേന്ദ്രൻ മാന്യനാ, ഒരു വഴക്കിനും വയ്യാവലിക്കും പോകാത്തവനുമാ. പക്ഷെ കുടുംബം നോക്കാൻ അറിയാൻ പാടില്ലാത്തവനാണ് പറയിപ്പിച്ചില്ല അവള്. അങ്ങനെയൊന്നും പറയരുത്. എവിടെയായിരുന്നാലും എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. ഇനി അത് സാധിക്കില്ല ശൈലജ. ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെ നിന്നോട് പറയുന്നു. നമ്മുടെ മോള് ചത്തു. നമ്മുടെ മനസ്സിൽ നിന്ന് അവള് തന്നെ അവളെ കൊന്നു. അയ്യോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അവളുടെ ചിരിയും കളിയും കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിച്ചത്. അതൊക്കെ എനിക്ക് ഇനിയും വേണം, അല്ലാതെ എനിക്ക് പറ്റില്ല. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ദിവസവും വിളിക്കുന്ന ദേവി തന്നെ എന്റെ മോളെ തിരികെ കൊണ്ടുവരും. മരിച്ചുപോയ മക്കളുടെ തന്തയും തള്ളയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം വരെ തോറ്റുപോകും ശൈലജയെ. ഒരു പ്രേമത്തിന്റെ പേരിൽ അവൾ ഉണ്ടാക്കി വെച്ച അപമാനത്തിന് ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടത് ഞാനായിരുന്നു. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല, സാധിച്ചില്ല. അതിന് കാരണം എനിക്ക് എന്റെ മകൾ നേടിത്തന്ന അപമാനം തന്നെയാണ്. എല്ലാം സഹിച്ച് ജീവനൊടുക്കൊണ്ട് കാര്യമില്ലല്ലോ. സ്നേഹം മാത്രം കൊടുത്ത് വളർത്തിയവരെ ഇത്തരത്തിലാക്കി അവൾ തോൽപ്പിക്കാൻ നോക്കിയാ തോൽക്കാൻ മനസ്സില്ലെന്നും ജീവിച്ച് കാണിക്കണമെന്നുള്ളൊരാഗ്രഹം. അതുകൊണ്ട് മാത്രമാണ് ഈ രാജേന്ദ്രൻ പോഴത്തിനൊന്നും കാണിക്കാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. പകയാ? ദേഷ്യോ? ലാളിച്ച് വളർത്തിയതിന്റെ പേരിൽ പരാതി കേൾക്കേണ്ടി വന്ന ഒരച്ഛനുണ്ടായ പകയും ദേഷ്യവും ഇതങ്ങനെ മാറില്ല ശൈലജ. ഇതിങ്ങനെ കെടാതെ കത്തിക്കൊണ്ടിരിക്കും, എന്റെ ചിത കത്തുന്നതുവരെ. എനിക്കറിയാം, നിങ്ങൾ ഈ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ അഭിനയ. ഈ മനസ്സ് നിറച്ച് കാർത്തിക മോളോടുള്ള സ്നേഹമാണെന്ന് എനിക്കറിയാം. അത് പ്രകടിപ്പിക്കാൻ അവൾ അടുത്തില്ലാത്തതുകൊണ്ട് ഈ രീതിയിൽ എന്നോട് കാണിക്കുന്നു. സത്യം പറ, എന്നേക്കാൾ കൂടുതൽ മോള് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ശൈലജ, എനിക്കറിയാം, നിങ്ങളെ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ ഞാൻ. അതന്ന്. ഇന്ന് ഈ രാജേന്ദ്രന്റെ മനസ്സിൽ എന്റെ ആ മോളില്ല. അവൾ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന, എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന മോളായിരുന്നെങ്കിൽ ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടക്കി കാമുകരോടൊപ്പം പോയില്ലായിരുന്നു. ചെറുപ്പം മുതലേ അവള് കാണിച്ചു കൂട്ടുന്ന കുസൃതികൾക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ സമാധാനം പറഞ്ഞിട്ടുള്ളവരല്ലേ നമ്മള്. ഇത് കുസൃതിയല്ലല്ലോ, അച്ഛന്റെ അമ്മയുടെ നെഞ്ചത്ത് കത്തി കൊണ്ട് കുത്തിവെച്ചുള്ള പോക്കല്ലേ. ഇതിനവക്ക് മാപ്പില്ല. നിനക്കറിയോ, ഇന്നലെ കരയോഗത്തിലെ സംസാരം ഇതായിരുന്നു. സ്വന്തം മകളെ കെട്ടിച്ചുവിടാൻ മാർഗമില്ലാത്തോണ്ട് ഞാൻ അഴിഞ്ഞാടാൻ വിട്ടതെന്ന്. എന്റെ മൗനാനുഭവത്തോടെ അവൾ ഇറങ്ങിപ്പോയതെന്ന്. ആളെ വിളിച്ചുകൂട്ടി നാട്ടുകാരെ പറ്റിച്ചതിന് ഞാൻ സമാധാനം പറയണമെന്ന്. ഇതൊക്കെ ആരാ പറയുന്നത്? നമ്മളോട് ചിരിച്ചു കാണിക്കുന്ന നമ്മുടെ ഈ നാട്ടുകാർ തന്നെ. ഞാനിപ്പോ ഒരു തീരുമാനമെടുത്തിരിക്കുക. എന്നെ വേണ്ടാത്ത ഈ നാട്ടുകാരെ എനിക്കും വേണ്ട. നമുക്ക് കുറച്ചു ദിവസം മോന്റെ അടുത്ത് പോയി നിൽക്കാം. കുറെ നാളായില്ലേ അവിടേക്ക് ചെല്ലണമെന്നും പറഞ്ഞ് അവരെ വിളിക്കുന്നത്. എന്താന്ന് വെച്ചാ എടുത്തോ. ഇനി ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ആ വീട്ടിലേക്കുള്ള വഴി ഏതാ? അത് പ്രകാശ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഫോൺ നമ്പറും ഉണ്ടല്ലോ.
ഇടി കാർത്തികെ, നിന്റെ കള്ളങ്ങൾ ഓരോന്നായി പൊളിച്ചെടുക്കാൻ പോവുക. നീ ഞെട്ടും. അച്ഛനും അമ്മയും ഇല്ലെന്ന് പറഞ്ഞ് നിന്റെ മുന്നിൽ സ്വന്തം അച്ഛനെയും അമ്മയും കൊണ്ടുവന്ന് നിർത്തുമ്പോൾ എനിക്ക് കാണണം. എല്ലാവരെയും പറ്റിച്ച് ജയിച്ച് മുന്നേറുന്ന നിന്റെ അഹന്ത കയറിയ മുഖത്തിൻ്റെ പരാജയഭാവം. നിന്നെ തോൽപ്പിക്കാൻ തന്നെയടി എൻ്റെ ഈ യാത്ര. അതിൽ ഞാൻ വിജയം കണ്ടിരിക്കും. അയൽപക്കത്തൊക്കെ ഒന്ന് പറയണ്ടേ? ഇനി കുറച്ച് നാളത്തേക്ക് നമ്മളിവിടെ കാണില്ലല്ലോ. എന്തിനാ നമ്മുടെ മുന്നിൽ നിന്ന് സങ്കടം അഭിനയിച്ചിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ പരിഹസിക്കാൻ? ചുറ്റുമുള്ള ഒരാളും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല ശൈലജയെ. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവരാ. എനിക്കത് ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായി. എത്രയും പെട്ടെന്ന് ഈ നാട് വിടണം. വേഗം എടുക്ക്. മോളുടെ ജാതകം എഴുതിയപ്പോ ജോത്സ്യം പറഞ്ഞ എന്താ? കൂര വിട്ട് മണിമാളികയിൽ താമസിക്കാൻ അച്ഛനും അമ്മയ്ക്ക് യോഗമുണ്ടെന്ന്. മണിമാളിക പോയിട്ട് ഈ കൂരയിൽ കിടക്കാൻ പോലും നമുക്ക് യോഗം ഉണ്ടാക്കില്ലല്ലോടി നമ്മുടെ മോള്. നീ വാ. പ്രകാശ്, അപ്പൊ അവരിവിടെ ഉണ്ടല്ലേ? ഉണ്ട് ചേച്ചി. ഇതാ കാണുന്ന വളവ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. ഈ പറഞ്ഞ കാർത്തികയുടെ അച്ഛന്റെ പേര് രാജേന്ദ്രൻ എന്നാ. അമ്മയുടെ പേര് ഒരു ശൈലജ. ദാ, ഇതാണ് ഫോൺ നമ്പർ. സാധാരണക്കാരാണെന്ന് തോന്നുന്നു മാഡം. എനിക്ക് തോന്നുന്നത് അന്നന്ന് പണിയെടുത്ത് അന്നന്ന് കഴിയുന്നവരാണെന്നാ. ഈ പെങ്കച്ചുണ്ടാക്കിയ മാനക്കേടിൽ നിന്ന് ഇതുവരെ ആ കുടുംബം കരകയറിയിട്ടില്ല. കൊറിയറും കൊണ്ട് ചെന്ന എന്നെ തന്നെ ഓടിച്ചു. ഒരു വിധത്തിലാ അതും കൊടുത്ത് ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചത്. ഒന്ന് തുറന്നു പോലും നോക്കാതെ അയാളത് വലിച്ചെറിയാ ചെയ്തത്. ഓക്കെ പ്രകാശ്, സഹായിച്ചതിന് നന്ദി. അനു, ചിലപ്പോ നിന്റെ ആവശ്യം വേണ്ടി വരും. വിളിക്കാം. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി ചേച്ചി, ഞാൻ റെഡിയാ. പോയിട്ട് വാ, കാര്യങ്ങളേറെ ഞാൻ വിളിച്ചോളാം. ശരി. ആ. ഇത് തന്നെയല്ലേ വീട്? അതെ. ആരെയും കാണുന്നില്ല. ഇത് താഴ്ത്തു പൂട്ടിയിരിക്കുകയാണല്ലോ. ചിലപ്പോ പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കോ? ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നതാ, ഇപ്പൊ അതും. ദൂരേക്ക് എവിടെയെങ്കിലും ആണെങ്കിൽ ചുറ്റുവട്ടത്ത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. നമുക്കൊന്ന് ചോദിക്കാം. അല്ല, പ്രകാശ് തന്ന നമ്പറില്ലേ? അതിലൊന്ന് വിളിച്ചാലോ?
അതും സ്വിച്ച് ഓഫ്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? മാഡം നമുക്ക് തിരക്കാന്നേ. തിരക്കി പിടിച്ച് ഇവിടെ വരെ വന്നില്ലേ, നമ്മൾ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. എങ്ങനെ? നമ്മൾ കാണാൻ വന്ന കാർത്തികയുടെ അച്ഛനും അമ്മയും വീട് പൂട്ടി എങ്ങോട്ടോ പോയിരിക്കുക. അവരെ വിളിക്കാനാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോൺ നമ്പർ സ്വിച്ച് ഓഫ്. അവർ ഈ നാട്ടിൽ തന്നെയുണ്ടോ ഇവിടുന്ന് പോയോ ഒന്നും അറിയാൻ വയ്യല്ലോ. ശ്ശേ, ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കാനാ? അനു പറ, ഇങ്ങനെ സങ്കടപ്പെടാനാണോ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നേ? എന്തൊക്കെ പ്രതീക്ഷയോടെ വന്നേ, എല്ലാം വെറുതെയായി. മാഡം നമുക്കിവിടെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം. വീട് പൂട്ടി പോകുന്നത് ഒരാളെങ്കിലും കാണാതിരിക്കില്ലല്ലോ. അതെ, ഈ വീട്ടിൽ താമസിക്കുന്ന രാജേന്ദ്രന്റെ ഭാര്യയല്ലേ, അവര് നാട്ടിൽ നിന്ന് പോയി. ആ കാർത്തിക ഇവിടുന്ന് പോയതിനു ശേഷം അവരിവിടെ ഒറ്റപ്പെട്ടാ കഴിഞ്ഞിരുന്നത്. ആരോടും ഒരു അടുപ്പം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ എങ്ങോട്ടാ പോയിന്ന് വല്ലതും അറിയാമോ? ഞാൻ തന്നെ എടുത്തെടുത്ത് ചോദിച്ചപ്പോഴാ പോവാണെന്നുള്ള വിവരം തന്നെ അറിഞ്ഞത്. ഒരു കാര്യം ഉറപ്പാ, ഇനി അവരിങ്ങോട്ട് വരില്ല. അത്രത്തോളം വെറുപ്പാ അവർക്ക് ഈ നാട്ടുകാരോടും നാടിനോടും. എന്റെ കൃഷ്ണ, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കൃഷ്ണൻ അറിയുന്നില്ലേ? മൊത്തം പ്രശ്ന. കാര്യങ്ങളൊക്കെ അറിയില്ലെന്ന് നടിക്കുന്നുണ്ടെങ്കിലും എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ ഭഗവാനെ, കൃഷ്ണന് മാത്രമേ എന്റെ വിഷ്ണുവിനെ രക്ഷിക്കാൻ വേണ്ടി പറ്റൂ. വിഷ്ണുവിന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കല്യാണമായി ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത്. അതൊന്ന് മുടക്കി തരണം. തരില്ലേ? എനിക്കറിയാം, കുട്ടികൾ സങ്കടം പറഞ്ഞ അങ്ങ് കേക്കും. അതുകൊണ്ടാ ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും കണ്ണന്റെ കയ്യിൽ പരിഹാരം ഉള്ളതല്ലേ. എന്റെ ഈ സങ്കടത്തിനും കണ്ണൻ പരിഹാരം കാണണേ. എന്റെ പ്രശ്നങ്ങൾ കേൾക്കണേ. ഞാൻ കണ്ണന്റെ കാല് പിടിക്കാം. എന്റെ പ്രാർത്ഥന കേൾക്കണേ. ഞാൻ കാല് പിടിക്കാം കണ്ണാ. വിഷ്ണുവിനെ രക്ഷിക്കണേ. കാർത്തികാന്റി ഒഴിവാക്കി ചേച്ചിയമ്മയെ കൊണ്ടുവരണേ. ഈ കല്യാണം ഒന്നും മുടക്കി തരണേ. രക്ഷിക്കുവേ കണ്ണാ. ഒന്ന് വേഗം പാടി. അതെ, എന്താ? നീ എന്തോ പറയാൻ വന്നല്ലോ. അതെ, പറ, എന്താ നിനക്ക് അറിയേണ്ടത്? നിങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യമായിട്ടാണോ? നമ്മൾ എന്നേക്കുമായി നാട് വിട്ടു പോവാ? അതെ. അവിടെ എന്തെങ്കിലും ഒരു പണി തരപ്പെടുത്തി കിട്ടിയ അവിടെ നിൽക്കും, ഇല്ലെങ്കിൽ തിരിച്ചു പോരും. കൂട്ടത്തിൽ ഈ കുട്ടികളും പ്രാരാബ്ദമില്ലാത്തവർക്ക് എവിടെ നിന്നാലും എന്താടി? പിന്നെ ഉണ്ടായിരുന്നത് തലരിഞ്ഞു പോയെന്ന് വെച്ച് മരിക്കുന്നവരെ ജീവിക്കണ്ടേ? സ്വസ്ഥത. അതിനുവേണ്ടിയാണല്ലോ ഈ ഓട്ടം മുഴുവൻ ഓടുന്നത്. അതെവിടെ കിട്ടുന്നു അവിടെ നിൽക്കും. അതല്ല, നല്ല ബുദ്ധി തോന്നി നമ്മുടെ കൊച്ചെങ്ങാനും തിരിച്ചു വന്നാ? നമ്മളില്ലാത്തോണ്ട് അവളുടെ ജീവൻ രക്ഷപ്പെടും. എന്റെ കൺമുമ്പിലെങ്ങാനും അവൾ വന്ന് പെട്ടാൽ ഞാൻ ജയിലിൽ പോയാലും വേണ്ടൂല, വല്ല കടുകയും ഞാൻ ചെയ്തു കളയും. നല്ല ബുദ്ധി. അതവൾക്കുണ്ടായിരുന്നെങ്കിൽ അവൾ നമ്മളോട് ഇങ്ങനെ കാണിക്കൂ? ഇനി നമുക്ക് 2 മക്കളില്ല, ഒരേ ഒരു മോൻ മാത്രം. അവന്റെ അടുത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. അതെ, എന്താ?
നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം അവരെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇനി അവിടെ ചെന്നിട്ട് അവരെങ്ങാൻ വീടും പൂട്ടി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതുമായി. ആ അത് പറഞ്ഞില്ല. ആ ഓ അതെവിടെ പോയി? നിങ്ങൾ എന്തോ ഈ തപ്പുന്നേ? എടി നീ എന്റെ ഫോൺ എടുത്തോ. പിന്നെ എനിക്ക് അതിനല്ലേ നേരം. നിങ്ങൾ ആ ബാഗിൽ നിന്ന് ശരിക്കും നോക്ക്, എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. ഇല്ല, ഞാൻ ആ ചാർജ് ഫുള്ളാക്കി മേശപ്പുറത്ത് വെച്ചിരിക്കുക. എടുക്കാൻ മറന്നുപോയി. ആ വാടി, ഈ ഓട്ടോയെ പോയി എടുത്തോണ്ട് വരാം. ബാ, ഈ മനുഷ്യന്റെ ഒരു കാര്യം, ഓട്ടം തന്നെ ഓട്ടം. നീങ്ങിയിരിക്കാം. തിരിച്ചു വിട്ടോ ആ വഴി. അതെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആ താക്കോല് ഞാൻ. ആ ഇതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വരും. എവിടേക്കെങ്കിലും പോവാന്ന് വെച്ചാല് 100 വട്ടം നടത്തിക്കും. ആര് നടത്തിച്ചെന്നാ നിങ്ങൾ ഈ പറയുന്നേ? ഫോൺ അകത്ത് വെച്ചിട്ട് പോവാൻ ഞാൻ പറഞ്ഞോ? ദേ, നീ മിണ്ടരുത്. നിന്റെ മകൾ ഒറ്റ ഒരുത്തിയാ ഇതിനൊക്കെ കാരണം. നാടും വീടും വിട്ട് ഓടാന്ന് വിചാരിച്ചാലും സമ്മതിക്കില്ലല്ലോ ഈശ്വര. ആ താക്കോല് ഞാൻ നീ എടുക്ക്. എന്റെ വിഷ്ണുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാ കാർത്തികാന്റി ഇവിടെ വന്ന് നിൽക്കുന്നേ. പക്ഷെ വിഷ്ണുവിന് കാർത്തികാന്റി ഇഷ്ടമല്ല. വിഷ്ണുവിന് ഇഷ്ടം സത്യയുടെ അമ്മയാ, എന്റെ ചേച്ചിയമ്മേ. സത്യയുടെ അമ്മ പാവാ. ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കണമെന്നാ പപ്പിമോളുടെ ആഗ്രഹം. കാർത്തികാന്റി ഇവിടെ നിന്നാ ഒന്നും നടക്കില്ല. കാർത്തികാന്റിയുടെ അച്ഛൻ ഈ വോയിസ് കേൾക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് കാർത്തികാന്റിയെ കൂട്ടിക്കൊണ്ട് പോണം. കൂട്ടിക്കൊണ്ട് പോവോ? സത്യയുടെ അമ്മയുടെ നമ്പർ ഞാൻ ഇതിൽ ഇട്ടേക്കാം. വരില്ലേ? വരണേ. കേട്ടില്ലേ ആ കുഞ്ഞു പറഞ്ഞത്? നിന്റെ മോൾ ആരുടെയോ കുടുംബം കലക്കാനായിട്ട് ഏതോ വീട്ടിൽ പോയി നിൽക്കുകയാണെന്ന്. ആ കൊച്ചു ആരുടെ ഫോൺ നമ്പർ അയച്ചെന്നല്ലേ പറഞ്ഞത്? നോക്കി നിൽക്കാതെ ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കും. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. രാമേട്ടാ, നമുക്ക് തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോവാം. കാർത്തികയുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. എന്താ അവര് പറഞ്ഞേ?
അവരിങ്ങോട്ട് വരാന്ന്. ദൈവമേ, ഇനി എന്തൊക്കെ പുലിവാല വരാൻ പോകുന്നു.